ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കുവാനായിട്ട് ദൈവം ഇങ്ങനൊരു അവസരം തന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ദുഃഖത്തിലിരിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ ഒരുപാടിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങൾ, മറ്റ് വ്യക്തിപരമായ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, കുടുംബപരമായ വൈഷമ്യങ്ങളെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ വരുന്ന ദിവസം അനുഭവിക്കാനായിട്ട് ഇടയായി തീരണം. നമുക്ക് ദൈവസ്ഥയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടി ഉണ്ട്. അതാ പറഞ്ഞാൽ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യം നമ്മോടുകൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത് പ്രാരംഭത്തിൽ ഓർപ്പിച്ച ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായ കാര്യപരിപാടിയുണ്ട്. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് വ്യത്യസ്തമായ ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണമായ നിലയിൽ നിറവേറ്റുവാനായിട്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്പം നമ്മെ ദൈവം അനുഗ്രഹിച്ചാണ് നമ്മെ ഈ സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ദൈവം വിളിച്ചു, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് പ്രത്യേകമായ നിലയിൽ നമ്മോട് ഏർപ്പെട്ടു. ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അംഗീകരിക്കുവാൻ, ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. നമ്മളങ്ങനെ രക്ഷിതായ കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിയുവാൻ ഇടയായി തീർന്ന റോമാലേഖനത്തിലുണ്ട്. അവനെ എന്ത് ചെയ്യണം? നമ്മൾ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവത്തിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനം ഇതാ. എങ്ങനെ? യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും. നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു രൂപാന്തരം വന്നു രക്ഷിക്കപ്പെട്ട ആ ദിവസം വലിയ രൂപാന്തരം വന്നു. എങ്ങനെ? നമുക്കറിയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാണ്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് ജീവിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് തീർന്നിരിക്കുക. നേരത്തെ ഇപ്പം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, നേരത്തെ നമ്മൾ ആരായിരുന്നു? പഴയ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പഴയ മനുഷ്യരായിരുന്നു, പഴയ ചില സ്വഭാവങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ അധികം പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാണ്. നമ്മളെ പുതിയ സൃഷ്ടികളാക്കി തീർത്തിരിക്കുകയാണ്. നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ നമ്മുടെ ജീവിത നിലവാരത്തിനും ആ നിലയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? പണ്ട് ജീവിച്ചതുപോലെ നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പണ്ട് നമ്മൾ ജീവിച്ച പോലെ അല്ല ഇന്ന് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ ദൈവം എവിടെ ആക്കിയിരിക്കുന്നു അവിടെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കണം. നമുക്കറിയാം, നമ്മെ വിളിച്ചപ്പോൾ ദൈവം നമ്മെ ഏതെല്ലാം നിലയിലുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ദൈവം നമ്മളെ കടത്തിവിട്ടത്, അല്ലെങ്കിൽ നമ്മളെ ആക്കിയിരിക്കുന്ന അവസ്ഥ എത്ര ഉന്നതമാണ്. എഫേസ്യർ 1-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടത്. നമ്മുടെ ദൈവം വലിയവനാണ്. അവൻ നമ്മെ വിളിച്ചപ്പം തന്നെ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ചു. ആ സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും നമ്മളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുക, അല്ലെങ്കിൽ അവകാശികളാക്കി തീർത്തിരിക്കുക. അതിന് കാരണം, ഈ അവകാശം നമുക്ക് ലഭിക്കുവാൻ കാരണം എന്താ? ആരാ? കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ കൂടെയാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്. അല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്കിന്ന് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി തീർന്നത്, ദൈവമക്കളായിട്ട് തീരുവാനിടയായി തീർന്നത്. അപ്പം നമ്മളെ ക്രിസ്തുയേശുവിൽ കൂടെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ നിറച്ചിരിക്കുകയാണ്. ആ ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെ അവകാശിയാണ് ഞാൻ എന്നുള്ള ചിന്ത നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഭരിക്കേണ്ടതാണ്. നമ്മൾ എവിടെ ആയിരുന്നാലും ഈ ചിന്ത നമ്മെ സ്വാധീനിക്കേണ്ടതാണ്. നമ്മൾ ഏത് മേഖലയിലാണ് ഏർപ്പെടുന്നതെങ്കിലും നമ്മുടെ ജോലികാര്യങ്ങൾ നമ്മൾ ഏർപ്പെടും. അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകേണ്ട ചിന്തകളെന്ന് പറയുന്നത് എന്താ?
ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ സ്വർഗത്തിലെ സകല അനുഗ്രഹത്തിൻ്റെ അവകാശിയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും ഉടമയാണ് ഞാൻ എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കാനായിട്ടിടയായത്. ദൈവമക്കളെ, നമ്മളപ്പം എത്രയോ ഉന്നതരാണ്, നമ്മൾ എത്രയോ വലിയ സമ്പത്തിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉടമകളാണ് എന്നുള്ളത് ഇപ്പം നമുക്കിതൊന്നും ഗ്രഹിക്കുവാനായിട്ട് കഴിയില്ല. ഇതൊക്കെ പൂർണ്ണമായ നിലയിൽ ഗ്രഹിക്കുവാൻ കഴിയുന്നത് എപ്പോഴാണ്? നമ്മൾ കർത്താവിനോടുകൂടി ആയിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ദൈവമക്കളെ, ആ വലിയ പ്രത്യാശയിൽ ഉറപ്പിൽ നാം മുൻപോട്ട് പോകാനായിട്ട് ഇടയാക്കുകയാണ്. ഞാൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെയും ഉടമയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ കഴിയുന്ന ആളുകളിൽ ആ ദൈവത്തിൻ്റെ വലിയ കൃപ അവർക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ദൈവം വളരെ നന്മകൾ നൽകി അനുഗ്രഹിച്ചു. ഭൗമികമായ നിലയിൽ അനുഗ്രഹിച്ചതിനേക്കാൾ അധികമായിട്ട് ആത്മീയ നന്മകൾ അനുഭവിച്ചു. ജോമിയോടൊക്കെ തൻ്റെ സാക്ഷ്യം പറയുവാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ട്. ദൈവം ഏതെല്ലാം മാർഗത്തിൽ കൂടെയാണ്, ഏതെല്ലാം നിലയിലാണ് അവരെ ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്കറിയാം. ദൈവം അത്രമാത്രം വലിയവനാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത്, ആ ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവം അവരെ രൂപാന്തരപ്പെടുത്തിയ അനുഭവം നമുക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലാണ് ദൈവം അവരെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവമക്കളെ, അതുപോലെ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആ വലിപ്പം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് അസാധ്യമാണെന്ന് ഞാൻ ഓർമ്മിച്ചു. എന്നാൽ നമുക്കത് ചിന്തിക്കും തോറും നമ്മളത് കൂടുതൽ ദൈവസ്ഥയിൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് അത് മുഖാന്തരമായി തീരും. ദൈവം എന്നെ എത്രമാത്രം അനുഗ്രഹിച്ചു. നമുക്ക് അതിൻ്റെ ആകത്തുക കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുകയില്ല എങ്കിലും ദൈവം എന്നെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമുക്ക് ദൈവസ്ഥയിൽ നന്ദി പറയുവാനല്ലാതെ നമുക്കൊന്നുമില്ല ദൈവമക്കളെ. അതുപോലെ തന്നെ 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ട്. 1 പത്രോസ് 1:3 നാം വായിക്കുന്നു, എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവങ്ങളെ, നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചത് എന്തെല്ലാം നന്മകൾ നൽകിയ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയ. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും നമ്മുടെ അവകാശത്തിൻ്റെ പ്രത്യേകത അവിടെ പറയുന്നത് എന്താ? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായിട്ട് തന്നെ. ഇങ്ങനെയുള്ള അവകാശങ്ങൾ എവിടെ കിട്ടും? ലോകത്തിലെവിടെയും കിട്ടുമോ? ലോകത്തിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കും നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് തരുന്ന അവരുടെ സ്വത്തായി. ഈ സ്വത്ത് എത്ര നാളുണ്ട് കാലാവധി? ഈ സ്വത്തിന് എത്ര നാളുണ്ട്? നമ്മളിവിടെ ജീവിച്ചു എത്ര കാലഘട്ടത്തെ കൊണ്ടിത് ഈ സ്വത്ത് കൂടിപ്പോയാൽ നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തല്ല. നമ്മളൊക്കെ ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു 40 വയസ്സിനൊക്കെ മേളിലുള്ളവരാണ്. 40, 50, 60, 70 ഉള്ളവരുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മാക്സിമം 80 ദൈവജനം പറയുന്നത്, അത് 90 വരെയൊക്കെ നീളുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാലാവധി. നമ്മുടെ ഈ കാലഘട്ടം അനുഭവിക്കുവാനുള്ള സമ്പത്താണ് നമുക്ക് ദൈവം ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് തന്നിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, അവകാശങ്ങൾ എത്രമാത്രമുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചു. മാത്രമല്ല, ഈ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ അവകാശത്തിൻ്റെ പ്രത്യേകതകൾ എന്താ? സ്വർഗത്തിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും അത് അപകരിക്കാൻ പറ്റുകയില്ല, നഷ്ടപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. അവിടെ ചെന്നേലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ ഇതെങ്ങനെയുള്ളതാണ്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ അത് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം മറ്റൊരു വാക്യമുണ്ട്, ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടി അതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതൊക്കെ കിട്ടിയത്. പിന്നെ
ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുക. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ ദൈവം ഇതൊക്കെ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് എത്രമാത്രം അംഗീകരിക്കുവാൻ സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്? ആ വാക്യം ഇവിടെ അറിയാം. 2 പത്രോസ് 1 അധ്യായത്തിൽ. അതെ, ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞു, ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങൾ ബോധവാന്മാരാകണം. എത്രമാത്രം ഉന്നതമായ നിലയിലാണ് ദൈവം ഇതൊക്കെ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. മാത്രമല്ല 2 കൊരിന്ത്യർ 9:8 നാം വായിക്കുന്നു. 2 കൊരിന്ത്യർ 8:9 9:8 പൂർണ്ണ തൃപ്തിയുള്ളവരായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പൂർണ്ണതയുള്ളവരായിട്ട് ജീവിക്കണോ എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം തന്നതൊക്കെ പൂർണ്ണതയില്ല, ഒട്ടും പരിമിതിയില്ല. ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് ഒട്ടും പരിമിതികളില്ലാത്ത നിലയിലാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതായ അവകാശത്തിന്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിന് നമ്മളെ അവകാശികളാക്കി തീർത്തിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത്, കൊരിന്ത്യലേഖനത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിട്ട് സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ്. ഈ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുവാനായിട്ട് നമ്മുടെ കഴിവ് മതിയോ? പോരാ. പിന്നെ അവിടെ നാം വായിക്കുന്നത് എന്താ? നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാണ്. ദൈവം ശക്തനാണ്. എന്തിന്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അല്ലെ കൃപകളെ പെരുക്കുവാൻ, അല്ലെങ്കിൽ ഉന്നതമായ നിലയിൽ കൃപകൾ നൽകുവാനായിട്ട് ദൈവം ശക്തനാണ്. അപ്പം നമ്മുടെ ദൈവം വലിയവനാണ്, അത് നമ്മൾ മറന്നുപോകരുത്. ദൈവം ശക്തനാണ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് ദൈവം ശക്തൻ? ഇവിടെ നമ്മൾ വായിക്കുന്നത് സകല കൃപയും പെരുക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. കൃപയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ വളരെ ചെറുപ്പം മുതലേ കേൾക്കുന്ന കൃപയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അർഹിക്കാത്തത് തരുന്നതാണ് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവം നമുക്ക് ഈ കൃപകളൊക്കെ തന്നിരിക്കുക, അർഹിക്കാത്ത നന്മകളൊക്കെ തന്നാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ തരുന്നത്? ആ വാക്യത്തിന്റെ ആരംഭത്തിലുണ്ട്. എങ്ങനെയാണ്? എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. രണ്ടാമത് അവിടെ വായിക്കുന്നത് എന്താ? സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ്. ഇതിനാണ് ദൈവം കൃപയാൽ നമ്മെ നിറയ്ക്കുന്നത്. ദൈവം തന്റെ കൃപ തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളെപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിട്ട് ജീവിക്കണം. ഒരു ദൈവവേദനയുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും തൃപ്തിയുള്ള ഒരു ജീവിതമാണ്. നമുക്ക് ഉണ്ടോ? തൃപ്തിയുണ്ടോ? പൂർണ്ണ തൃപ്തിയുണ്ടോ? ഇതുവരെ നമ്മളെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന് നമ്മളെ ഇത്രത്തോളമൊക്കെ നിലനിർത്തി പൂർണ്ണ തൃപ്തിയിലാണോ നമ്മൾ ജീവിതം നയിച്ചത്? ആണോ? പരാതി ഉണ്ടോ? പരാതി വാസവന് ഇങ്ങനെയൊക്കെയാണ്, എനിക്കിങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, അല്ലെങ്കിൽ ചില പരിമിതികളുണ്ട് എനിക്ക്, അതിൽ പരാതി പറഞ്ഞിട്ടുണ്ടോ ദൈവത്തോട്? നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഉണ്ടാകാം, അല്ലേ? ജീവിതത്തിൽ ഉണ്ടാകാം. അത് നാച്ചുറലാണ്. ദൈവമക്കൾ ആണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഈ ജടിക സ്വഭാവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള നിരാശകളും പരിമിതികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നാം. എന്നാൽ കർത്താവ് പറയും, ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, നിങ്ങൾ സകലത്തിലും പൂർണ്ണ, ദൈവം നമുക്ക് തരുന്ന നന്മകളൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സകലതും ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായിട്ട് സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറും. ആ നിലയിലാണ് ദൈവം നമുക്ക് കൃപ തരുന്നത്. എഫെസ്യർ 1 അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്തിനാ നമ്മെ സൃഷ്ടിച്ചത്? അവിടെ പറയുന്നുണ്ട്, എന്താ? സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചിരിക്കുക. ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ അതിനാ, സൽപ്രവൃത്തികളിൽ വർദ്ധിച്ചു വരണം. നമുക്കങ്ങനെ കഴിയുന്നുണ്ടോ? പൂർണ്ണ തൃപ്തി. ഫിലിപ്പിലേഖനത്തിൽ നിന്ന് വായിക്കുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിക്കണം. സംതൃപ്തിയുടെ ഒരു അനുഭവമാണ് സന്തോഷം എന്നുള്ളത്. തൃപ്തി ഉണ്ടെങ്കിലേ സന്തോഷിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണ തൃപ്തിയുള്ളവരായിട്ട് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് ഇടയായി തരട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഓർത്തതുപോലെ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. നിങ്ങൾ സൽപ്രവർത്തികളിൽ പെരുകി വരണം. പെരുകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ?
വർദ്ധിക്കുക. എങ്ങനെ വർദ്ധിക്കുക? പെരുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അറിയാമോ? കണക്ക് പഠിക്കുന്നവർക്ക് പഠിക്കുന്ന പിള്ളേർക്കറിയാം. പെരുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗുണിക്കുക അല്ലേ? കൂട്ടുകയല്ല, ഗുണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി സൽപ്രവൃത്തികൾ വളരെയധികം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീരണം. 2 ഗുണം 2 4, 2 ഗുണം 4 8, 2ഉം 4ഉം കൂടെ കൂട്ടിയാലോ 6. അതുപോലെ ഗുണനമാണ്, വർധനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ദൈവമക്കളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് അനുദിന ക്രിസ്ത്യ ജീവിതത്തിൽ ആ സന്തോഷം, സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മൾ സൽപ്രവൃത്തികളിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവാനായിട്ട് വരുന്ന ദിവസത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 2 കൊരിന്ത്യർ 1:20 നാം ഇങ്ങനെ വായിക്കുന്നു. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ പോകുക എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് അവനിൽ ആമേൻ എന്ന് തന്നെ. അവിടെ വായിച്ചത് എന്താ? നമ്മള് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങള് എത്ര ഉണ്ടോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടോ? ഉണ്ട്. ദൈവം നമുക്ക് തന്നിട്ടുണ്ട് വാഗ്ദത്തങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടേതാക്കി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം, പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നമുക്ക് തരുവാനായിട്ട് തയ്യാറായിരിക്കുക. സ്വീകരിക്കാൻ സന്നദ്ധമായാൽ മതി. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും എല്ലാം എന്ന് മാത്രമേ ഉള്ളൂ, ഇല്ല എന്നില്ല. എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ, എല്ലാ നന്മകളും നൽകി തരുവാൻ ദൈവം ശക്തനാണ്. ദൈവം ആ മനസ്സുള്ളവനാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനില് എന്ന് അത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനിൽ ആമേനിൽ നിന്ന്. ഇപ്പം ആമേനെന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ തന്നെ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ പ്രാർത്ഥിക്കും, നമ്മൾ അവസാനം ആമേൻ പറയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ ആമേൻ പറയുന്ന എല്ലാ പ്രാർത്ഥനയും ശരിയായിട്ട് കേട്ടിട്ടാണോ, അത് ചിന്തിച്ചിട്ടാണോ നമ്മൾ ആമേൻ എന്ന് പറയാറുള്ളത്? ആണോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ അതെന്താ? ദൈവസേനയിൽ കുറ്റകരമാണ് അല്ലേ? നമ്മൾ മറ്റുള്ളവർ പ്രാർത്ഥിച്ച അതിൻ്റെ അവസാനം നമ്മൾ അന്നേരം നമ്മുടെ മനസ്സൊക്കെ എവിടെയായിരിക്കും? വീട്ടിലായിരിക്കും. നമ്മൾ ഹോളിൽ പ്രാർത്ഥനയ്ക്ക് കൂടിയാലും നമ്മുടെ മനസ്സന്നേരം എവിടെയായിരിക്കും? അടുക്കളയിലായിരിക്കും, വീട്ടിലായിരിക്കും, മറ്റ് ചുറ്റുപാടുകളിലായിരിക്കും, നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ആയിരിക്കും. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലായിടത്തു നിന്ന് കറങ്ങി എവിടെ വരും? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സെല്ലാം അവിടെ എത്തും. ഉടനെ നമ്മൾ എന്ത് പറയും? ആമേൻ. അത് ശരിയാണോ? അല്ല. ഞാൻ പ്രാർത്ഥനയുടെ ഗൗരവം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാനത് അങ്ങനെ പറഞ്ഞെന്നുള്ളത്. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥനയിൽ സജീവമായി നമ്മുടെ സാന്നിധ്യം, നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം പ്രാർത്ഥനയിൽ. അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അവസാനം ആമേൻ പറഞ്ഞതുകൊണ്ട് മാത്രം യാതൊരു പ്രയോജനവുമില്ല. ആ പ്രാർത്ഥന ഫലകരവുമല്ല. ദൈവം അത് അംഗീകരിക്കുന്നുമില്ല. പ്രാർത്ഥന ഇട്ടിട്ട് അവസാനം നമ്മൾ ആമേൻ പറയുന്നു. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ദൈവമക്കളെ, നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കട്ടെ. ദൈവസേനയിൽ നമുക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീരട്ടെ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം എങ്ങനെയുള്ളതാ? എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്വീകരിക്കാം, അത് തയ്യാറായിരിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മാത്രമല്ല, നമ്മെക്കുറിച്ച് ദൈവം പല നിലയിൽ മുമ്പ് ഞാൻ ഓർപ്പിച്ചു. നമ്മൾ സൽപ്രവർത്തികളിൽ തികഞ്ഞു വരേണ്ടവരാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പൂർണ്ണതയിലാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ സൽപ്രവർത്തികളിൽ തികഞ്ഞു വരണം, പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം തരുന്നതും അതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ്, ഒട്ടും കുറവില്ല. സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹത്താലുമാണ് ദൈവം നമ്മെ നിറച്ചിരിക്കുന്നത്. ജീവനും ഭക്തിക്കും വേണ്ടി അതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചപ്പോൾ അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ഒരു അവകാശമാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഇതിനൊന്നും യാതൊരു പോരായ്മകളും ഇല്ലാത്ത നിലയിൽ ദൈവം നമ്മെ സമ്പന്നരാക്കി ആണ് നിലനിർത്തിയിരിക്കുന്നത്. സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹങ്ങളാലും അവൻ നമ്മെ നിറച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഓർപ്പിച്ച പോലെ നമ്മൾ സൽപ്രവൃത്തിയിൽ തികഞ്ഞു വരേണ്ടുന്നവരാണ്. സംതൃപ്തിയിൽ പൂർണ്ണതയുള്ളവരായിരിക്കേണ്ടത് നമ്മുടെ ആ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, ആ പ്രാർത്ഥനയിൽ നമ്മൾ സജീവമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോടുള്ള ബന്ധത്തിൽ ഉവ്വ് എന്ന് എപ്പോഴും പറയുവാൻ, ആമേൻ, അതിന് ആമേൻ പറയുവാനായിട്ട്
ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. എഫേസ്യ ലേഖനത്തിൽ തന്നെ നമ്മൾ ആദ്യം വായിച്ചതിന് അടുത്ത് തന്നെ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇത് പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള പല ചിന്തകൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരംഭ ഭാഗത്തുണ്ട്, നമ്മൾ ആരംഭത്തിൽ പ്രാർത്ഥിച്ചു പറഞ്ഞു, ഒരു പുതിയ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഇത് അതിൻ്റെ പരാമർശം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ പറഞ്ഞത് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ആര്? നമ്മൾ ഓരോരുത്തരും. നമ്മളോട് പ്രത്യേകമായ നിർദ്ദേശങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. ഓരോരുത്തർ പ്രാർത്ഥിക്കുകയാണ് ഈ നിലയിലെ വിശ്വാസികളുടെ ജീവിത നിലവാരം ഉയർത്തപ്പെടണം, അല്ലെങ്കിൽ ഉന്നതമായിരിക്കണം. എല്ലാ നിറവിനോളം നിറഞ്ഞു വരുന്ന അനുഭവം. നമുക്ക് എത്രമാത്രം നിറവുണ്ട്? എങ്ങനെയാ നിറഞ്ഞു വരുന്നത്? എങ്ങനെയാ നിറഞ്ഞു വരുന്നത്? രാവിലെ വൈകിട്ട് നോക്കി ആഹാരം കഴിച്ചാൽ നിറഞ്ഞു വരുമോ? ഇല്ല. അതിന് നിറഞ്ഞു വരാനുള്ള ആഹാരം കഴിക്കണം, അല്ലേ? എന്താണ് നിറഞ്ഞു വരാനുള്ള ആഹാരം? ദൈവത്തിൻ്റെ വചനം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ടാണ്. നമുക്കറിയാം, നമ്മൾ നിറവിനെ കുറിച്ച് ആത്മീയ മേഖലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലാണ്, 5:17 അല്ലേ? 5-ാം അധ്യായത്തിൽ നമ്മൾ ആ നിറവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താ അത്? നിങ്ങളെ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നത് ഗ്രഹിച്ചൊള്ളുവിൻ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും 18-ാം വാക്യത്തിൽ ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളു. ദൈവങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താ? നമ്മൾ എങ്ങനെയാ നിറവ് പ്രാപിക്കേണ്ടത്? പഠിപ്പിക്കും. ആത്മനിറവ് എങ്ങനെയാ പ്രാപിക്കുന്നത്? കാത്തിരുന്ന് പ്രാപിക്കണം എന്ന് പറയും. നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവത്തിനെ എന്താ ഓർപ്പിക്കുന്നത്? എന്ത് പറയുന്നു? ഇവിടെ പറയുന്നു, നിങ്ങളെ ആത്മാവ് നിറഞ്ഞവരെ. ആത്മാവിന്റെ നിറവിന്റെ അനന്തര ഫലം, അനുഭവം എന്താ ഉണ്ടാകേണ്ടത്? അവിടെ പറ. തമ്മില് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം, അല്ലേ? കർത്താവിന്റെ ഹൃദയത്തിൽ പാടണം, കീർത്തനം ചെയ്യണം. ഇതാണ് ആത്മനിറവിന്റെ അനുഭവങ്ങൾ. ദൈവാത്മാവ് നമ്മിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അതാണ് നാം ഇവിടെ ഓർത്തത്. ആ പ്രത്യേകമായ അനുഭവം നമ്മുടെ ആത്മനിറവിന്റെ സോഴ്സ്, അല്ലെങ്കിൽ ഏത് ഘടകമാണ് നമ്മളെ ആത്മനിറവിലേക്ക് നയിക്കുന്നത്? ആരാ? പരിശുദ്ധാത്മാവ്, അല്ലേ? പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ വളർച്ച, അല്ലെങ്കിൽ നിറവിന്റെ അനുഭവം എത്രമാത്രം ഉണ്ട്? എവിടെ വരെ ഉണ്ട് നിറവ്? അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് പറയാം, ആത്മീയ വളർച്ച അതെവിടം വരെ ഉണ്ട്? ആരാ പറഞ്ഞു? ഷജു പറഞ്ഞു. എന്താ? ക്രിസ്തു എന്ന തലയോളം വളരണം. അതാണ് നമ്മുടെ വളർച്ച, നിറവിന്റെ അനുഭവം. ആ നിലയിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവമക്കളിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടോ? അതിനുള്ള ആഗ്രഹമുണ്ടോ? അതിനുവേണ്ടി ഒരു ചിന്തയുണ്ടോ? നമ്മൾ കർത്താവ്, എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ നിലവാരം, ഞാൻ ആത്മനിറവ് പ്രാപിച്ചിട്ടുണ്ടോ? ഒരിക്കലും കർത്താവ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായിട്ട്. എന്നാൽ ഈ ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആത്മനിറവ് എത്ര നാൾ വേണം? അല്ലല്ലേ? എങ്ങനെയൊക്കെ ആത്മനിറവ് ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ? അത് ജീവിതത്തിൽ ആരംഭം മുതൽ, ദൈവവേദന ജീവിതം, ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് മുതൽ അവസാന നിമിഷം വരെ, ഈ ലോകത്തിലെ അവസാന നിമിഷം വരെ ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ട അനുഭവം. ഒരിക്കൽ മാത്രമല്ല ആത്മനിറവ് പ്രാപിക്കണം. ഇത് ജീവിതത്തിൽ ഇവിടെ നമ്മൾ വായിച്ചു. ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ എന്താണ്? ആത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും
കർത്താവിന് മഹത്വം കരയുന്നവരാകണം, പാടുന്നവരായിരിക്കണം, ഹൃദയത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. ഈ നിലയിലുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നമ്മുടെ ആത്മീയ നിറവിൻ്റെ നിലവാരത്തെ നമ്മൾ അളക്കുന്നത് ക്രിസ്തു എന്ന് തലയോളം വളരുന്നുവോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ അവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയും. നമ്മളെ ഓരോരുത്തരും എന്തിനാണ് നമ്മളുടെ ഈ ദേശത്ത് ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെയൊക്കെയും കർത്താവ് ആക്കി തീർത്തിരിക്കുന്ന അതിൻ്റെ പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർദ്ധനയ്ക്കുമായിട്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിരിക്കുക, അല്ലേ? അതാണ് അവിടെ വായിക്കുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ പ്രവാചകന്മാരായിട്ട്, ചിലരെ സുവിശേഷകന്മാരായിട്ട്, ചിലരെ ഇടയന്മാരായിട്ട്, ഉപദേഷ്ടാക്കന്മാരായിട്ട് ഒക്കെ നിയമിച്ചിരിക്കുന്നു. നമ്മളൊക്കെ പെടുന്നവരാണോ? അപ്പം നമുക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഉദ്ദേശം? ഇവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർദ്ധനയ്ക്കുമാണ്. ഓരോരുത്തരെ പ്രത്യേകമായ നിലവാരത്തിൽ ചുമതല നൽകി ദൈവസഭയിൽ നിലനിർത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർദ്ധന. ആരാ ക്രിസ്തുവിൻ്റെ ശരീരം? നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമ്മുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടിയാണ് ഓരോരുത്തരും ദൈവം ആക്കിയിരിക്കുന്നത്. മാത്രമല്ല നമ്മളൊക്കെ ആത്മീയമായി വളരണം. എത്രമാത്രം വളരണം അവിടെ വായിക്കുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റുകളെന്ന തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകാൻ തക്കണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയായിട്ടുണ്ട്. ദൈവമക്കളെ, നമുക്ക് ആത്മീയമായി വളരുവാൻ വരുന്ന ദിവസത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആവശ്യമായ എല്ലാ കൃപകളും ദൈവം നമുക്ക് നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ രൂപപ്പെടുത്തിയത്. ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നാം വർദ്ധിച്ചു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഇപ്പോൾ ഉണ്ടോ? ഉണ്ടല്ലേ? എത്രമാത്രം സ്വാധീനതയുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന്. ഇപ്പം കർത്താവ് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പോയിട്ട് കാര്യസ്ഥനെ അയക്കും, ഇല്ലേ? അവനൊന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. മാത്രമല്ല ഒരു സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ ആത്മീയ നിലവാരത്തിൻ്റെ ഉന്നത നിലവാരത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഭൂമി വന്നു. എന്നാ വന്നത്? പരിശുദ്ധാത്മാവ് ഭൂമി വന്നത് പെന്തക്കോസ്ത് നാളിൽ വന്നു. പിന്നെ ഇപ്പം നമ്മോട് കൂടെയുണ്ട്. ഇതുവരെ നമ്മോട് കൂടെയുണ്ട്. ഉണ്ടോ? സംശയം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? എന്തായാലും സ്വാധീനിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ? ഇപ്പം ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യത്തിലാണ് പരിശുദ്ധാത്മാവിനെ സ്വാധീനിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും ഒന്ന് ചിന്തിക്കണം. സന്ധ്യയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് തിരികെ ചിന്തിക്കണം. ഇന്ന് ഏതെല്ലാം നിലയിൽ പരിശുദ്ധാത്മാവ് എന്നെ സ്വാധീനിച്ചു? എൻ്റെ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ, മറ്റുള്ളവരോട് സംസാര രീതിയിൽ, മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഏർപ്പെട്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സഭസഭയിൽ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പവും വരികയില്ല. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യാതൊരു വ്യത്യാസവുമില്ല. ദൈവമക്കൾ ലോകമനുഷ്യരെക്കാൾ പരിശുദ്ധാത്മാവിനെ ആവഹിച്ചുകൊണ്ട് നടക്കുന്ന നമുക്ക് ലോകമനുഷ്യരെക്കാൾ എന്ത് വ്യത്യാസമുണ്ട്? ഉണ്ടോ? ആ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അല്ലാതെ പരിശുദ്ധാത്മാവ് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മെ എത്രമാത്രം പരിശുദ്ധാത്മാവ് സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് എത്രമാത്രം സഹായകരമാകുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ 2 വാക്യം കൂടെ വായിച്ച് എൻ്റെ വാക്കുകൾ കൂടി അവസാനിപ്പിക്കാം. ഫിലിപ്പിലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്ക് അതിൽ എടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവമോ തൻ്റെ എന്താ അതിൻ്റെ വാക്യം? നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ എൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, ദൈവം തരുന്നതൊക്കെ ഭാഗികമായിട്ടൊന്നുമല്ല. എന്ത് തന്നാലും ദൈവം പൂർണ്ണതയിലാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും. എങ്ങനെ തീർത്തു തരും? പൂർണ്ണമായിട്ട് തീർത്തു തരും.
ഒരു വിശേഷണം കൂടെ ഉണ്ട് അവിടെ. പൂർണ്ണമായിട്ട് തീർത്തിട്ട് പറയുമ്പോൾ തന്നെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, ധനത്തിനൊത്തവണ്ണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാവും. നമുക്കൊരു 1000 രൂപ ഉണ്ടെങ്കിൽ അതിൽ 1 രൂപ അല്ലെങ്കിൽ 10 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ അതെന്താ പറയുക, എങ്ങനെ പറയുന്നത്? അതിന് നമുക്ക് ധനത്തിനൊത്തവണ്ണം എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ധനത്തിനൊത്തവണ്ണം ഒരു 10,000 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരാൾ വന്ന് അത്യാവശ്യം ചോദിച്ചൊരു 10 രൂപയും കൊടുത്തു, അതെൻ്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതെന്താ, അതിനെന്ത് പറയാം? അതിനുള്ള പ്രയോഗം എന്ന് പറയുന്നത് ധനത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം കൊടുത്തു എന്ന് വേണേൽ പറയാം. എന്നാൽ ധനത്തിന് ഒത്തവണ്ണം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്താണോ എന്നെങ്കിലും സംശയം, ഓർമ്മ ശരിയാണോ അറിയില്ല. ഒരാൾ സഹായത്തിന് വന്നു, മകളുടെ വിവാഹത്തിന് വേണ്ടി വന്നപ്പം അദ്ദേഹം ആ രാജാവ് കൊടുത്തത് എങ്ങനെയാണ്? സ്വർണ്ണ നാണയങ്ങൾ വാരിക്കൊണ്ടിട്ട് കൊടുത്തു. അതാണ് യഥാർത്ഥത്തിൽ ധനത്തിനൊത്തവണ്ണം കൊടുക്കുക എന്ന് പറയുന്നത്. 10,000 രൂപയിൽ ഒരു 10 രൂപ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ധനത്തിൽ നിന്ന് ഞാൻ കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ധനത്തിനൊത്തവണ്ണം. ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? തൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായിട്ട് തീർത്തു തരുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്, എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ദൈവം എനിക്ക് തരുന്നത് ആ നിലയിലാണ്. തൻ്റെ ധനത്തിനൊത്തവണ്ണം എന്നെ സഹായിക്കുവാൻ ദൈവം ശക്തനാണ്. ഒരു വാക്യം കൂടെ, 1 Corinthians 3:21-22. 1 Corinthians 3:21-22. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, സകലതും നിങ്ങൾക്കുള്ളതെന്ന് അവിടെ ഒരു പ്രയോഗമുണ്ട്. 1 Corinthians 3:21-22. ആകയാൽ ആരും മനുഷ്യരെ പ്രശംസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ആർക്കുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇതെല്ലാം നമുക്കുള്ളതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുക. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ദൈവം നമുക്ക് ധാരാളമായിട്ട് തന്നിട്ടുണ്ട്. നന്മകൾ തരുവാൻ ഇന്ന് സന്നദ്ധനാണ്. നമ്മൾ സ്വീകരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. നല്ല മനസ്സോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ചെന്ന്, കർത്താവേ എനിക്കത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സ്വീകരിച്ചാൽ മതി. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നമ്മെ നിറച്ചിരിക്കുക. ഇത് സ്വീകരിച്ചാൽ മതി. നമുക്ക് ഈ ദിവസങ്ങളിൽ ആ ദൈവകൃപ ധാരാളം അനുഭവിക്കാനായിട്ട്, ദൈവിക നന്മകൾ ധാരാളം അനുഭവിക്കാനായിട്ട്, വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തത കൂടുതലായിട്ട് അനുഭവിക്കുവാനായിട്ട് ഈ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല, എല്ലാ നാളും നമ്മോട് കൂടെയുള്ളവനാണ്. അവൻ്റെ ബലമുള്ള കരങ്ങളിൽ ആശ്രയിച്ച് വരുന്ന ദിവസത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും ദൈവം വാഴ്ത്തപ്പെടുവാനാകട്ടെ.